ഇന്ന് രാജ്യത്ത് 90% പെട്രോൾ കാറുകളും അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങൾക്കും ഈ 10-20 കമ്പാറ്റബിലിറ്റി ഇല്ല. 90% കാറുകളും ഇത് ഓടിച്ചാൽ കേടാവും. എഥനോൾ എന്ന് പറഞ്ഞാൽ ഈ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂവൽ കമ്പഷൻ സിസ്റ്റത്തിൽ മൊത്തം പ്രശ്നമാണ്. അത് റബ്ബറുമായിട്ട് ഇത് റിയാക്ട് ചെയ്ത് അവിടെ ക്ലോഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മൈലേജ് കുറയുന്നത്. മറ്റൊന്ന് ഈ പറയുന്ന ഫ്യൂവൽ സ്വിച്ചിങ് സംവിധാനം മുഴുവൻ ഇത് തകരാറിലാക്കും. അപ്പോൾ ഇങ്ങനെ തകരാറിലാവാതെ തന്നെ 2009 ഈ ഹോണ്ട കാറുകൾ ഇത് E20 കമ്പാറ്റബിൾ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ രാജ്യത്ത് അത് വലിയ ഗുണമുണ്ടാക്കും. നമുക്ക് അത്രയും കുറച്ച് എണ്ണ ഇറക്കുമതി ചെയ്ത് അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട്. ഇത് എങ്ങനെ നടപ്പാക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം നടപ്പാക്കിയത് ബ്രസീലാണ്. ബ്രസീൽ അത് 30-40 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരോരോ ഘട്ടമായിട്ട് ആദ്യം ഇതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടി ഇറക്കുന്നു, എന്നിട്ട് ഇത് നടപ്പാക്കും. അമേരിക്ക നടപ്പാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ 80% എഥനോൾ ഉണ്ട്. അതായത് ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിനുള്ള വണ്ടികൾക്ക് 80% എഥനോളുള്ള, ബാക്കി 20% ഗ്യാസിലിനുള്ളൂ. അത് വെച്ചിട്ട് ഓടിക്കാവുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവിടെ എഥനോൾ ഫ്രീ ആയിട്ടുള്ള ഇത് ലഭ്യമാണ്. ഇപ്പോൾ പഴയ വണ്ടികൾ, ഇപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ പഴയതാണ്. നമ്മുടെ ഈ E20 നമ്മുടെ കമ്പാറ്റബിലിറ്റി ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഥനോൾ ഇല്ലാത്ത പെട്രോൾ തരണം. അത് തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊരു കസ്റ്റമർ റൈറ്റ് ആണല്ലോ. എൻ്റെ വണ്ടിയിൽ ഈ പെട്രോൾ അടിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം? എഥനോൾ ഇല്ലാത്ത പെട്രോൾ വേണം എന്നുള്ളത് എൻ്റെ ഒരു ഉപഭോക്തൃ അവകാശമാണ്. ഈ ഉപഭോക്തൃ അവകാശത്തെയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത്.